ഈ സമയം വെറുതെ കളഞ്ഞു കുളിക്കരുത്. ആർക്കോ വേണ്ടി കരഞ്ഞ് എന്തിനോ വേണ്ടി ജീവിച്ച് അവസാനം ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് ഉണ്ടായിട്ട് എന്ത് കാര്യം? മനസ്സിലായില്ലേ? ഉമിത്തി പോലെ എരിഞ്ഞ് ജീവിക്കാനുള്ളതല്ല ജീവിതം. ഇതന്നെയല്ലേ പൂർവികർ നമ്മളോട് ഗായത്രി മന്ത്രം ചൊല്ലാനൊക്കെ പറഞ്ഞ അതിനാണ്. വിതുര മൈത്രേയ സംവാദം. ഇപ്പം 4ഉം 5ഉം ടെക്സ്റ്റുകൾ വിതുര മൈത്രേയ സംവാദത്തിൽ ഊന്നിയതാണ്. അപ്പം നമുക്കതിലേക്ക് കടക്കാം. ഈ വിതുരൻ എങ്ങനെയാണ് മൈത്രേയനെ കാണുന്നത്? വിതുരൻ മഹാഭാരതത്തിലുള്ള കഥാപാത്രമാണ്. ആര്? ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും ആരാണ്? സഹോദരനാണ്. ആര്? വിതുരൻ. അപ്പം മഹാഭാരത യുദ്ധം തീരുമാനമായി. അപ്പം യുദ്ധം എന്തായാലും നടക്കും എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ധൃതരാഷ്ട്ര സാറ് അദ്ദേഹത്തിൻ്റെ ഈ കുരുട്ടുബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് കണ്ണില്ലെങ്കിലും ഉള്ളിൽ വക്രക്കണ്ണ് നല്ലോണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുരുട്ടുബുദ്ധി ചിന്തിച്ചത് ഇങ്ങനെയാണ്: വിതുരൻ പറഞ്ഞാൽ പാണ്ഡവർ കേൾക്കും. അപ്പം ഈ വിതുരനെ കൊണ്ട് എങ്ങനെയെങ്കിലും പാണ്ഡവരെ ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യണം, അവരെങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണം. അത് വിതുരൻ വിചാരിച്ചാൽ സാധിക്കുന്നു. അതെന്താ അറിയോ? ഇദ്ദേഹം ഒരു സിമ്പതി വോട്ട് മേടിക്കുകയാണ്. ധൃതരാഷ്ട്രൻ പറയണം, വിതുര അവിടുന്ന് പോകണം, പാണ്ഡവരോട് പറയണം, അർജുനനോട് പ്രത്യേകിച്ച് പറയണം, ഗുരുവിനെ കൊല്ലുക എന്നതിനേക്കാളും മഹാപരാധം വേറെ എന്താ ഉള്ളത്? ബ്രഹ്മഹത്യാ പാപാണത്രേ ഗുരുവിനെ കൊല്ലുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർജുനൻ ഒരിക്കലും ആരെ കൊല്ലില്ല? ദ്രോണരെ കൊല്ലില്ല. അതുപോലെ കുലത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് ഇത്രയും കഷ്ടപ്പാട് കൊണ്ട് ഒരു കുലം വളർത്തിയെടുത്ത പിതാമഹനെ കൊല്ലി. ഇതിൽ പരം ഒരു പാപം എന്നിട്ട് പിന്നെ എന്ത് രാജ്യം കിട്ടിയിട്ട് കാര്യം? ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പാണ്ഡവരെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. എന്നാൽ വിതുരൻ, എനിക്ക് തോന്നുന്നു ഭാഗവതം കേട്ട ആളാണ്. വിതുരൻ ഇതൊക്കെ കേട്ടു, നല്ല ലിസണറായിട്ടിരുന്ന് കേട്ടു. ധൃതരാഷ്ട്രൻ്റെ വിചാരം ഇതൊക്കെ വിതുരൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അടിച്ചു കയറി ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരു വിചാരത്തിലാണ് ആരിയിരിക്കുന്നത്? ധൃതരാഷ്ട്രൻ ഇരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞൊരു പൊട്ടിക്കലാണ് വിതുരൻ. അങ്ങക്ക് പുറത്ത് മാത്രമല്ല ബ്ലൈൻഡ്നെസ് ഉള്ളത്, ഉള്ളിലും അങ്ങക്ക് കാഴ്ചയില്ല എന്നുള്ളത് വളരെ വിഷമം തോന്നുന്നു ജ്യേഷ്ഠ, വളരെ സങ്കടമുണ്ട്. ഞാൻ ഇതും കൊണ്ട് അവിടെ ചെന്ന് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ അപ്പം കൃഷ്ണൻ പറയില്ലേ, വിതുരരെ നിർത്തൂ, പിന്നെന്തൊക്കെയാ വേറെ വിശേഷം? യുദ്ധമൊക്കെ തീരുമാനിച്ചല്ലേ, ഇനിയിപ്പോൾ എന്താ, നമുക്ക് വേറെ ഒന്നും ഡിസ്കഷനൊന്നും വേണ്ട. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഒരക്ഷരം കമാന്ന് എനിക്ക് പറയാൻ പറ്റും. നേരത്തെ പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ആ കൃഷ്ണനാകുന്ന പൂച്ച എൻ്റെ മുന്നിലിരുന്നാൽ ഈ തത്തയ്ക്ക് പിന്നെ ഒന്നും ഒരക്ഷരം പറയാൻ പറ്റില്ല. കൃഷ്ണനല്ലേ തരും, കൃഷ്ണൻ പറഞ്ഞതല്ലേ അവർ കേൾക്കുള്ളൂ. എന്നിട്ട് പിന്നെ ടോപ്പിക് തിരിക്കുകയാണ്. എനിക്ക് ഈ ഭാഗം പറയുമ്പം ഈ നാനി പൽക്കിവാലയെ ഓർമ്മ വരിക. പൽക്കിവാല എന്ന് പറഞ്ഞൊരു ലോയർ ഉണ്ടായിരുന്നു, ഫേമസ് ലോയർ. ഇദ്ദേഹം ബോംബെയിലൊരു കേസ് ആർഗ്യൂ ചെയ്യുന്നത്, നടന്നൊരു കഥയാണ്. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് കേസ് ആർഗ്യൂ ചെയ്യുന്നത്, ഗവൺമെൻറ്റിനെതിരെ. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആർഗ്യൂ ചെയ്ത് ഏറെക്കുറെ കേസിൻ്റെ ഒരു ടോപ്പിലെത്തുമ്പോൾ നോൺ സ്റ്റോപ്പ് അടിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ജൂനിയർ വന്നിട്ട് പറഞ്ഞത്, നമ്മളിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടില്ല, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന്. ഇദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ലോയറായിട്ട് മാറി, പക്ഷേ ഇദ്ദേഹത്തിന് കണ്ടമാനം കേസുകളുടെ ഇടയിൽ ഇത് ഓർമ്മയില്ല ഇദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ലോയറാണെന്നുള്ളത്. ഈ മനുഷ്യൻ അത് കേട്ടില്ലേ ജൂനിയർ പറയുന്നത്? ഒറ്റ അടിയാണ്. ഇതൊക്കെയാണ് പ്രതിഭാഗത്തിന് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഞാനായിട്ട് പറയാമെന്നാണ്. ഇതൊക്കെയാണ് ഇനിയിപ്പോൾ അവർക്ക് ആർഗ്യൂ ചെയ്ത് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ ടിസ്റ്റിംഗ് ആണ്. കഴിഞ്ഞില്ലേ, കേസിനെ തകിടം മറിച്ച് കളഞ്ഞ മനുഷ്യൻ, അത്ര ബുദ്ധിമാനായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ വിതുരൻ. ഇതൊക്കെ കേട്ടിട്ട് പറയാണ്, സത്യസന്ധമായിട്ട് അങ്ങേക്ക് യുദ്ധം വേണ്ടാന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ ഷുഗർ കയറി പഴുത്ത് വന്നാൽ എന്തേ വഴിയുള്ളൂ? മുറിച്ചു കളയുക. നമ്മുടെ കുലത്തിനെ ബാധിച്ച പഴുപ്പാണ്
രോഗമാണ് ദുര്യോധനൻ. അതങ്ങോട്ട് മുറിച്ചു മാറ്റാനുള്ള കണ്ണ് തുറന്നാൽ ഈ യുദ്ധം ഇവിടെ കൊണ്ട് തീർന്നു. അങ്ങേക്ക് ഒറ്റ കാര്യമേ പറയണ്ടുള്ളൂ, എന്നെ ഇത്രയും നേരം ബ്രെയിൻ വാഷ് ചെയ്ത് സമയം കളഞ്ഞതിന് പകരം ദുര്യോധൻ്റെ മുഖത്തൊക്കെ ഗെറ്റ് ഔട്ട്, കഴിഞ്ഞു. ഇത് പറയാനുള്ള ആർജവുണ്ടോ? ധൃതരാഷ്ട്രൻ്റെ ഇവിടെയാണ് നേറിൽ വരുന്നത്. അദ്ദേഹത്തിന് അതിനൊഴിച്ച് ബാക്കി എല്ലാറ്റിനും ധൈര്യമുണ്ട്. ഇത് തൊട്ടടുത്ത മുറിയിലിരുന്ന് ദുര്യോധനൻ കേട്ടു. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കാനാകുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കണം അച്ഛന്. പിന്നെ ഒരു വരവാണ് ദുശാസനും ഒക്കെ കൂടി ചേർന്ന് അങ്ങോട്ട് കയറി വന്ന് ആ വിതുരൻ്റെ മുഖത്തു നോക്കി പറയുന്ന കുറേ ക്രൂര വാക്കുകളുണ്ട്. തൻ്റെ അച്ഛൻ്റെ അനുജനാണ്, അതൊന്നും പരിഗണിക്കാതെ കഴിച്ച ചോറ് നന്ദിയില്ലാത്ത, കൂറില്ലാത്ത എന്നൊക്കെ കൊണ്ട് പറഞ്ഞ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ ഈ വരികൾ എഴുതി വച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. എത്ര അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്തമത്യുൽഭണകർണബാണേ ഭ്രാതുപുരാമർമ്മിതതാടിതോപി സ്വയം ധനുദ്ധാരനിതായമായം ഗതവ്യതോ യാനൊരുമാനയാന. ഞാൻ വായിക്കുന്നു, സോറി. ശ്ലോകം നമ്പർ ഇത് വരുന്നത് 3-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം. 1-ാമത്തെ അധ്യായത്തിൽ 16. ഇത്തമത്യുൽഭണകർണബാണി ഭ്രാതുപുരാമർമ്മിതതാടിതോപി സ്വയം ധനുർധാരിനിതായമായം ഗതവ്യതോ യാനൊരുമാനയാന. തൻ്റെ മർമ്മത്തിൽ ഭേദിക്കുന്ന വാക്കുകളെ കൊണ്ട് ഹൃദയം കുത്തിപ്പിളർക്കുകയാണ് ദുര്യോധനൻ. താങ്ങാൻ പറ്റാത്ത വാക്കുകൾ, ക്രൂരവാക്കുകൾ, വേദനിപ്പിക്കുന്ന ചീത്ത വാക്കുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, അവഹേളനങ്ങൾ, ഇതൊക്കെ കേട്ടപ്പോഴാണ് അവർ ADM പോയി തൂങ്ങിയത്. ഇവിടെ അതിനും വലിയ ക്രൂരവാക്കുകളാണ് ആര് കേൾക്കുന്നത്? വിതുരൻ കേൾക്കുന്നത്. അദ്ദേഹം പുഞ്ചിരിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. സ്വയം ധനുർധാരിനിതായമായം കതവ്യതോ യാനൊരുമാനയാണ്. അദ്ദേഹം പുഞ്ചിരിച്ചു എന്നാണ്. എന്തിനാ പുഞ്ചിരിക്കുന്നത്? അദ്ദേഹം ദുര്യോധനെ അല്ല കാണുന്നത്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്, അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അദ്ദേഹം കാണുന്നത് കൃഷ്ണനെയാണ് കാണുന്നത്. കൃഷ്ണനെ കാണാണ് ദുര്യോധനിലൂടെ. അതായത് ദുര്യോധനൻ തന്നെ ചീത്ത വിളിക്കുമ്പോൾ കൃഷ്ണൻ പറയുകയാണ് തന്നോട്, അതിങ്ങനെ കേൾക്കുകയാണ് ഈ വിതുര. ചിരിക്കുകയാണ്, ഉള്ളിൽ ചിരിക്കുകയാണ്. വിതുര, ഗെറ്റ് ഔട്ട്, നിനക്കിപ്പോൾ നല്ല സൗകര്യമാണ് തീർത്ഥയാത്ര ചെയ്യാൻ, കുറേ സത്സംഗം, കുറേ മഹാത്മാക്കളെ കാണാൻ. എത്ര കാലമായി നീ ആഗ്രഹിക്കുന്നു? ചിലർ പറയല്ലേ എനിക്ക് കാശി പോകണം, അവിടെ പോകണം എന്നൊക്കെ ഇല്ലേ? ഇപ്പം നിനക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്, നല്ല സമയമാണ്, ഇറങ്ങിക്കോളൂ. ഇതിങ്ങനെ കൃഷ്ണൻ പറയുന്ന പോലെയാണ് ദുര്യോധനൻ്റെ ക്രൂരവാക്കുകളിലൂടെ ആര് കേൾക്കുന്നത്? വിതുരൻ കേൾക്കുന്നത്. അതൊരു ഭയങ്കര മനസ്സല്ലത്. വാസ്തവത്തിൽ ഇതിനാണ് ഈ ഗുരുവായൂരൊക്കെ പോകുന്നത്. ശരിക്കും ഗുരുവായൂർ പോകുന്നത് തൊഴുതു പോകാനല്ല, കൃഷ്ണനെ ഗുരുവായി വരിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ കൃഷ്ണനെ ഒന്ന് മനസ്സിൽ കണ്ട് ആ കൃഷ്ണനിൽ നിന്ന് ചില മെസ്സേജുകൾ വായിച്ചെടുക്കാൻ, ഒപ്പിയെടുക്കാൻ, അബ്സോർബ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൽ പരം ഒരു ഭക്തി വേറെ ഇല്ല. ഇപ്പം തൊഴുതു പോയിട്ട് ശുപാർശ ചെയ്യണം, എല്ലാം നടത്തി കൊടുക്കണം. മകളുടെ കല്യാണം, മകളുടെ പ്രസവം ഒക്കെ ഒരു രൂപയിൽ കൃഷ്ണ ഗുരുവായൂരപ്പ തീർത്ത് തരണേ ഒക്കെയെന്ന് ഭഗവാൻ പറയും. ഇത്ര 1 രൂപയുടെ കൊട്ടേഷൻ ഞാൻ മാത്രമേ എടുക്കണ്ടാവുള്ളൂ, വേറെ ഒരാൾ ലോകത്തിൽ എടുക്കണ്ടാവില്ല. അല്ലേ? ഈ രീതിയിലുള്ള ഭക്തിയാണ് ഇപ്പം നമുക്കൊക്കെ ഉള്ളത്. ആണോ അല്ലയോ? അല്ലെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ, ശബരിമലയ്ക്ക് പോകുന്നവർ സകല ദുരിതങ്ങളും, ഭാര്യയുടെ കാലിൻ്റെ മുട്ടും, അമ്മായിയപ്പൻ്റെ തലവേദനയും, മകൻ്റെ ജീവിതമൊക്കെ ഒരൊറ്റ തേങ്ങയിൽ അയ്യപ്പാ തീർത്ത് തരണേന്നാണ്. മനസ്സിലായില്ലേ? ഈ തരത്തിലുള്ളൊരു ഭക്തിയാണ് ഭൂരിപക്ഷം ആളുകളും കൊണ്ടു നടക്കുന്നത്. അത് ഈ ചില അച്ഛന്മാരാണെങ്കിൽ ഇപ്പം നോക്കൂ, SSLC പരീക്ഷ, +2 പരീക്ഷയല്ലേ, ഒരു വീട്ടിൽ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, എടാ നിനക്ക് 90% മാർക്ക് കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കാമെന്ന്. അപ്പോൾ കുട്ടിയും പറഞ്ഞു, ഭഗവാനെ എനിക്ക് കൃത്യം 90% മാർക്ക് കിട്ടിയാൽ അച്ഛനെ കൊണ്ടും ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിക്കാമെന്ന്.
പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? തനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളത് അവനും തിരിച്ചു കൊടുക്കുന്നുള്ള. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ തിരിച്ചു പറയും. അച്ഛൻ 2 കൊടുത്ത് മകനെ, അതങ്ങനെ കരയുമ്പോൾ അമ്മ പറയടാ സ്നേഹം കൊണ്ടല്ലടാ അച്ഛൻ അടിച്ചത്, അല്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന്. അപ്പോൾ അവൻ പറയും എനിക്ക് അച്ഛനോട് നല്ല സ്നേഹം തോന്നുന്നുണ്ടെന്ന്, പക്ഷെ അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അത് ഇന്നത്തെ കാലത്തെ മക്കൾക്കും സ്നേഹം തോന്നുന്നൊരു കാലഘട്ടമാണത്. ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കാറില്ലേ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഇവിടെയാണ് ആ ഒരു മഹാനായ വിതുരര് ഈ ക്രൂരവാക്കുകളൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ ഒരു മെസ്സേജ്, ഹേയ് വിതുരായ ഇറങ്ങൂ, തീർത്ഥയാത്രയ്ക്കൊക്കെ തയ്യാറാവൂ. ശരിക്കും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തിനാ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ഭാഗവതം ഒന്നും കേട്ടാൽ പിന്നെ ജന്മ ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. കാരണം വെച്ചാൽ ആത്മഹത്യ ചെയ്തിട്ടും കാര്യമില്ല. എങ്ങോട്ട് പോവും നിങ്ങൾ? ഈ മനസ്സായിട്ട് വീണ്ടും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ചടരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഇതൊരു പക്ഷേ നിങ്ങൾ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞേക്കാം. എന്നാൽ ഗീതയിൽ 8-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം നിങ്ങൾക്ക് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. 8-16 കൃഷ്ണൻ പറയും, ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന മാം ഉപേത്യതു കൗന്തേയ പുനർജന്മന വിദ്യത്തെ. ഇത്രയും വലിയൊരു സയൻസ് ഇനി ആർക്കാ പറയാൻ പറ്റുക? ആ ബ്രഹ്മഭുവനാലോക പുനഃ ആവർത്തി. ഇതന്നെയാണ് ഐൻസ്റ്റീനിയൻ ഫിസിക്സ്. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചം പോയാൽ വേറൊരു പ്രപഞ്ചം, ഒരു യൂണിവേഴ്സ് പോയാൽ ആ ടോട്ടൽ എനർജി അവിടെ തന്നെ കിടക്കുകയാണ്. അത് വേറൊരു യൂണിവേഴ്സ്. പല യൂണിവേഴ്സുകളും പോകുന്നു, പല യൂണിവേഴ്സും നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയോ സെൽ നോക്കൂ. ഇതൊന്നും പഠിക്കാൻ പുറത്തേക്ക് നോക്കണ്ടെന്നാണ്. നമ്മുടെ സെല്ലുകൾ മരിക്കുന്നുണ്ട്, പുതിയ സെല്ലുകൾ രൂപപ്പെടുന്നു. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിലും. ഒരു അണുവിൽ നടക്കുന്ന, ഒരു ആറ്റത്തിൽ നടക്കുന്നതാണ്, ഒരു മൈക്രോ സിസ്റ്റത്തിൽ നടക്കുന്നതാണ് മാക്രോ സിസ്റ്റത്തിൽ നടക്കുന്നത്. അണുവിൽ നടക്കുന്നതാണ് ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പാടിയത് അണോരണീയൻ മഹതോ മഹീയൻ. അണുവിൽ നടക്കുന്ന കാര്യം മഹത്തിൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് പോയി അത് റീസൈക്കിൾ ചെയ്ത് മറ്റൊന്നായി വരുന്നുവെങ്കിൽ മനസ്സിനും ഒരു നോക്കൂ, നിങ്ങൾ ഫിസിക്സ് അപ്ലൈ ചെയ്ത് നോക്കൂ. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. മനസ്സൊരു ഊർജമല്ലേ? മനസ്സും ഊർജമല്ലേ? അല്ലേ? അതൊരിക്കലും നശിക്കില്ല. അപ്പം നശിക്കാത്ത ആ മനസ്സെന്ന ഊർജം വീണ്ടും എന്ത് ചെയ്യണം? വേറൊരു രൂപമായിട്ടത് വന്നേ പറ്റുള്ളൂ. അല്ലാതെ എന്താ വഴിയുള്ളതിന്? എനർജി നിങ്ങൾക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം എനർജി ഒന്നിൽ നിന്ന് മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വീണ്ടും മറ്റൊരു ശരീരമെടുത്തു വരാൻ നമ്മൾ ഉറക്കെ പറയൂ നിങ്ങൾ ഇന്നും മെഡിക്കൽ സയൻസിന് ഉത്തരവില്ലാത്തൊരു കാര്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, ബേബീസ്, നിങ്ങൾ നോക്കൂ, കൊച്ചു കൊച്ചു ബേബികൾ, അത് സ്വപ്നത്തിൽ ചിരിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ബേബി അവിടെ കിടക്കണ്ട. അപ്പോൾ അവരെന്നെ കൊണ്ട് എടുപ്പിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഭക്തി കൊണ്ട്, അതാണ് ഈ ശുദ്ധമായി സ്വപ്നം കണ്ട് ചിരിക്കുകയോട് എന്തോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ ഒരു എനിക്കിതിങ്ങനെ കണ്ടിട്ടൊരു ആസ്വാദനം. അപ്പം എനിക്ക് മനസ്സിലായി കുട്ടി എന്തോ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതോ പണ്ടത്തെ വല്ല ലവ് അഫെയറൊക്കെ ആയിരിക്കാം, ആർക്കറിയാൻ പറ്റും, വല്ലതും. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ആ സ്വപ്നം എവിടെ നിന്ന് വന്നു എന്നതിന് ഇന്നും ഒരു ഉത്തരമില്ല. കാരണം ആ കുട്ടി നോക്കൂ, നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളല്ലേ സ്വപ്നമായിട്ട് വരൂ. ഭാര്യയും ഭർത്താവും കൂടെ കടന്നാലും ഭർത്താവിൻ്റെ എന്തെങ്കിലും സ്വപ്നം ഭാര്യയ്ക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? ഉള്ളിൽ എന്താ നടക്കണത് പോലും ശരിക്കും രണ്ടുപേരും കാണുന്ന സ്വപ്നം ശരിക്കും ഇതൊന്ന് ഇന്നത്തെ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജന്മം എടുത്ത് കിടക്കുകയില്ല, ഇല്ലേ? മനസ്സ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റിയാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലിരുന്ന് എന്തൊക്കെയാണെന്ന് ആർക്കറിയാൻ പറ്റും? അപ്പം എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ തോട്ട്സുകൾ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് ക്യാരി ചെയ്യുന്നത്. ലൈഫ് ഇസ് എ കണ്ടിന്യൂം. ലൈഫ് എന്നതൊരു തുടർച്ചയാണ്.
ഊർജത്തെ ഒരിക്കലും നമുക്കില്ലാതാക്കാൻ സാധ്യമല്ല. അപ്പം ഇതൊരു, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭാഗവതം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പുതുമ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഇന്നും തുടങ്ങിക്കഴിഞ്ഞു. നമ്മളൊരു ജേണിയിലാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ജേണിയിലാണ്. അപ്പോൾ ഒരിക്കലും മനസ്സിന് നാശമില്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത് വിഡ്ഢിത്തരാണ്. കാരണം വീണ്ടും ആ ക്രൂരതകളും വേദനകളും ദുഃഖങ്ങളും ദുരിതവുമുള്ള ഒരു മനസ്സോടുകൂടി പറയൂ വരണം. കാരണം ആ തോട്ട് പ്രോസസ്സിന് നിങ്ങൾക്ക് ഒരു മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം. അവനവൻ്റെ വേണ്ടാത്ത ചിന്തകളെ ആർക്കേ മാറ്റാൻ പറ്റുള്ളൂ? നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയിക്കോളൂ, ഒരു കൃഷ്ണനും മാറ്റിത്തരാൻ പറ്റില്ല. ജീവിച്ചിരുന്ന കൃഷ്ണന് പറ്റിയിട്ടില്ല, ജീവിച്ചിരുന്ന രാമന് പറ്റില്ല. അല്ലെങ്കിൽ നോക്കൂ, രാമൻ കാട്ടിലേക്ക് പോകുമ്പം അച്ഛൻ തളർന്നു വീണ് കിടക്കേണ്ട അവസ്ഥ. ഇന്ന് നിങ്ങൾ ചോദിച്ചു നോക്കും, ഇന്നത്തെ കുട്ടികൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? രാമൻ അവതാര വൃക്ഷമാണ്, ദൈവമാണ്. രാമൻ കാട്ടിലേക്ക് പോയി, അവിടെ വെച്ച് രാമൻ കാട്ടിലിരിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ വീണ് കിടക്കുന്ന സമയത്ത് രാമനുമില്ല ലക്ഷ്മണനുമില്ല. ഭരതനാണെങ്കിൽ വരാൻ 6-7 ദിവസം എടുക്കും. ഇന്നിപ്പം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുക അറിയില്ല. കാരണം ഇന്നിപ്പോൾ ഫെസിലിറ്റി, ഭരതൻ ഇരിക്കുന്നത് നേപ്പാളിൻ്റെ ഓൾമോസ്റ്റ് ഒരു വേറെ അറ്റത്താണ്. സീതാ ദേവിയുടെ സ്ഥലം എവിടെയാണെന്ന് അറിയും നിങ്ങൾക്ക്? കേട്ടിട്ടില്ല നിങ്ങൾ? ജനക മഹാരാജാവിൻ്റെ സ്ഥലവും അയോധ്യയും തമ്മിൽ അന്ന് തന്നെ 6 ദിവസം കുതിരവണ്ടിയിൽ യാത്ര ചെയ്യണം. എത്ര? 6 ദിവസം. ഇന്നിപ്പം നമുക്ക് ഒരു 2 ദിവസം കൊണ്ടൊക്കെ പോയിട്ട് വരാം. കാറ് ഇന്നിപ്പോൾ ഒരു 1-1.5 ദിവസം കൊണ്ട് അടിച്ച് 2 ദിവസം എന്തായാലും എടുക്കും. ഇന്ന് പോയി വരാം. അപ്പം അന്ന് 6-7 ദിവസം എടുക്കും. അപ്പം രാമൻ അച്ഛൻ അങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് കാട്ടിൽ പോകുന്നത്, അറ്റ്ലീസ്റ്റ് അങ്ങനെ പോകുന്നത് ശരിയാണോ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? പോകുന്നത് ശരിയാണോ? അച്ഛനെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? രാമൻ അങ്ങനെ അങ്ങോട്ട് പോയി, കൈകേയിയുടെ വാക്കുകളെ എടുത്തുകൊണ്ട്. അച്ഛൻ ശരിക്കും പറഞ്ഞത് പോവരുതേ രാമ, എന്നെ പിടിച്ചു കെട്ടു നോക്കിയാണ്, നീ ഒരിക്കലും കാട്ടിലേക്ക് പോവരുതെന്നൊക്കെയാണ്. ശരിക്കും നമ്മൾ രാമായണത്തിലൊക്കെ പറഞ്ഞു കേട്ടുള്ളത് അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കാനാണ് രാമൻ കാട്ടിൽ പോയത്. അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കാനാണോ പോയത്? അത് പലപ്പോഴും നമ്മൾ പറയുന്നിടത്തുള്ള തെറ്റാണത്. അച്ഛൻ കൊടുത്ത സത്യത്തെ പാലിക്കാൻ വേണ്ടി അല്ല, അച്ഛൻ്റെ വാക്കുകൾ സത്യമാക്കാനല്ല. അത് അച്ഛൻ പോകരുതെന്നാണ് പറഞ്ഞത്, അമ്മ ഒട്ടും പോകരുതെന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞേ ആ കളവൻ എന്ത് പറഞ്ഞാൽ നീ അനുസരിക്കേണ്ടെന്നൊക്കെയാണ്. അവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അവർ തമ്മിലുള്ള ഭക്തിയൊക്കെ ഇല്ലേ. ആ കൗസല്യാദേവി ആവണ കാലത്തൊക്കെ മൈൻഡ് ചെയ്തില്ല. കൈകേയി കൈവിട്ടപ്പോഴാണ് ആരടുത്തേക്ക് വരുന്നത്? അപ്പോൾ കൗസല്യ ചോദിക്കണത് ഈ ചാവാ നേരത്തെ എന്തിനാ എങ്ങോട്ട് കയറി വരുന്നതെന്ന്. അപ്പോഴാണ് നീ ഇങ്ങനെ പുണ്ണിൽ കൊള്ളി വയ്ക്കുന്നതൊക്കെ വാക്കുകളൊക്കെ കാണാം. ആണോ? ആവുന്ന കാലത്തൊക്കെ ആ പെണ്ണിൻ്റെ കൂടെ ഇരുന്നിട്ട് സുന്ദരൻ ഞാനും സുന്ദരി നീ ചേർന്നിരുന്നാൽ തിരുവോണമെന്ന്. അപ്പം അവളൊക്കെ കൂടി അവിട്ടവും ചവിട്ടും ആക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഉത്തരട്ടാതി ഈ മനുഷ്യൻ ഒന്നിനും കൊള്ളാതെ അല്ലേ. എന്താ പറയുന്നതിന്? ആ കൈകേയി ഏതുകൊണ്ട് സ്വീകരിച്ച, അല്ലെങ്കിൽ എന്തോ തൂക്കി വെളിയിലിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ രാമന് പോലും മാറ്റാൻ പറ്റിയിട്ടില്ല. ഒരാൾക്കും ഒരാളുടെ മനസ്സിനെയും പറയും മാറ്റാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് വ്യക്തമായാൽ ഇവിടെ നമ്മുടെ പ്രയോറിറ്റി എന്തിനായിരിക്കണം? ഉദ്ധരേത്. ഈ സമയം വെറുതെ കളഞ്ഞു കുളിക്കരുത്. ആർക്കോ വേണ്ടി കരഞ്ഞ് എന്തിനോ വേണ്ടി ജീവിച്ച് അവസാനം ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് ഉണ്ടായിട്ട് എന്ത് കാര്യം? മനസ്സിലായില്ലേ? ഉമിത്തി പോലെ എരിഞ്ഞ് ജീവിക്കാനുള്ളതല്ല ജീവിതം. അത് പ്രകാശമാക്കാനാണ്, അത് ചൈതന്യമാക്കാനാണ്. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണ. ഇതന്നെയല്ലേ പൂർവികർ നമ്മളോട് ഗായത്രി മന്ത്രം ചൊല്ലാനൊക്കെ പറഞ്ഞ അതിനാണ്. ധിയോയോന്ന പ്രചോദയാത്. സൂര്യൻ എപ്രകാരമാണോ കിഴക്കങ്ങനെ കത്തി ജ്വലിക്കുന്നത്, ആ പ്രോജ്വലിക്കുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ഭൂർഭുവസ്സത്തൽ സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയ. ഇതൊക്കെ വെറുതെ പറയാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തെ ആ ഒരു വെളിച്ചത്തിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഏതായാലും വിതുരര് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് ഉദ്ധവരെ. ഉദ്ധവര് കൃഷ്ണൻ്റെ ശരീരം ഉപേക്ഷിച്ച ആ ഒരു ഇതിലാണ് വരുന്നൊരു കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. ഉദ്ധവരുടെ തലയിൽ മെതിയടിയുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പം സാധാരണ ഉദ്ധവർ ഇങ്ങനെ വരാറില്ല.
എന്താ ഉദ്ധവരിങ്ങനെ വളരെ മുഖത്താണെങ്കിൽ അത്ര ഒരു സന്തോഷമില്ല, മെതിയുടെയൊക്കെ ആയിട്ട്. അപ്പം ഇതൊക്കെ ആയിട്ട് ഉദ്ധവരെ കണ്ടു, നമസ്കരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണമിച്ചു. ആ സമയത്ത് ഉദ്ധവർ പറയണം, അങ്ങ് കൃഷ്ണനെ കാണാൻ വേണ്ടി ദ്വാരകയിലേക്ക് പോവാണെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് 38 വർഷം കഴിഞ്ഞു നോക്കണം, കാലം ഒരുപാട് പോയി. അപ്പോഴേക്കും കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞു. പറയണ, ആരെ കാണാൻ വേണ്ടി പോകുന്നു ആ കൃഷ്ണൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. കൃഷ്ണൻ്റെ ദേഹവിയോഗം താങ്ങാൻ എനിക്ക് പറ്റാത്ത ആ ഒരവസ്ഥയിൽ കൃഷ്ണൻ എനിക്ക് ഉപദേശമൊക്കെ നൽകി ഞാൻ ബദ്രീനാഥിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, വഴിയിൽ വിതുരനെ കാണും. വിതുരൻ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആ വിതുരനോട് പറയണം, അദ്ദേഹം എന്നോട് ചോദിക്കാൻ തീരുമാനിച്ച ചോദ്യങ്ങളെല്ലാം ഉത്തരം പറയാൻ ഞാൻ മൈത്രേയ മഹർഷിയെ ചട്ടം കെട്ടിവെച്ചിട്ടുണ്ട്. വിതുരത് കേട്ടിട്ട്, വിതുരോപി ഉദ്ധവൽ ശുത്വാം കൃഷ്ണസ്യ പരമാത്മനാം ക്രീഡയോപാത്തദേഹസ്യ കർമാണി ശ്ലാഘിതാനി ച ദേഹന്യാസം ച തസ്സൈവം ധീരാണം ധൈര്യവർദ്ധനം അന്യേഷാം ദുഷ്കരതരം പശൂനാം വിക്ലവാത്മനം ആത്മാനം ച കുരുശ്രേഷ്ഠ കൃഷ്ണേന മനസിഷിതം ധ്യായൻ കഥേ ഭാഗവതേ രുരോധ പ്രേമ വിഹ്വല. തന്നോടുള്ള കാരുണ്യം, തന്നോടുള്ള സ്നേഹം, തന്നോടുള്ള ദയ. കൃഷ്ണൻ ഇത്രമാത്രമൊക്കെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ അതിനൊക്കെ അർഹിക്കുന്നുണ്ടോ? കൃഷ്ണൻ ഇത്രയും എന്നോട് സ്നേഹം കാണിക്കാൻ. അതൊക്കെ ഓർത്തുകൊണ്ട് രുരോധ ഉറക്ക കരഞ്ഞു എന്നാണ്. പ്രേമവിഹ്വല, കൃഷ്ണൻ്റെ ആ ഒരു പ്രേമത്തെ സ്മരിച്ചുകൊണ്ട്, കൃഷ്ണനെ ഓർത്തുകൊണ്ട്. കാരണം തനിക്ക് വേണ്ടിയിട്ട് മൈത്രേയ മഹർഷിയെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് ആ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പോകുന്നതും, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗംഭീരമായ ചോദ്യമാണ് മൈത്രേയ വിതുര ഉപദേശം. ആദ്യത്തെ ചോദ്യം തന്നെ അതിഗംഭീരമാണ്.